അച്ചുവിനെ ദേവുനി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചില സമയത്ത് വല്ലാത്തൊരു മടിയും അതുപോലെ തന്നെ ക്ഷീണമാണ്. ക്ഷീണമെങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചാടിക്കിടന്ന് ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോകും, ഇല്ലാച്ച മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കിടക്കും. പെട്ടെന്നാണിട്ട് ഞാൻ ചാടി എണീറ്റത്. എനിക്കിന്ന് ഡ്യൂട്ടിക്കും പോകണമായിരുന്നു, കുറച്ച് പണികളും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കണം. ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഈ പണിയൊന്നും നടക്കില്ല. അന്നുള്ള തുണികൾ മടക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് തന്നെയല്ലേ പണി കൂടുക. അങ്ങനെ എല്ലാവരുടെ തുണിയും അതായത് സ്ഥലത്ത് കൊണ്ടുവച്ച് അച്ഛൻ്റെ ദേവൻ്റെ ബുക്കുകളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ആ റൂമും അങ്ങ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ അടിച്ച് വെക്കുന്നതുകൊണ്ട് വല്ലാത്ത വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അകം മൊത്തം ഒന്ന് അടിച്ച് വാരി എല്ലാം അങ്ങോട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. കുട്ടികൾ ഇന്നലെ ഇട്ട യൂണിഫോം എല്ലാം ഒന്ന് കഴുകി അങ്ങോട്ട് ആറിയിടുന്നുണ്ട് കേട്ടോ. അല്ലാച്ചാ തുണി അങ്ങോട്ട് കുന്നോളെ കൂടിപ്പോവും. കൂടിക്കഴിഞ്ഞാൽ അതും വല്ലാത്തൊരു പാടല്ലേ. 2 ദിവസം മഴയില്ലാത്തത് കൊണ്ട് തന്നെ ചെടികളൊക്കെ വല്ലാതെ അങ്ങ് തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സിറ്റൗട്ടിൽ അങ്ങനെ വെയിൽ കയറില്ലെങ്കിലും ചെറിയൊരു തളർച്ച തോന്നിയപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ അങ്ങോട്ട് വെള്ളമെല്ലാം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ക്ഷീണം കേട്ടോ. പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.